ക്ലൗഡ് ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെബിൻ ഷെഫി. ഇന്ന് പ്യുവർ കോട്ടൺ സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത്. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടും ഡെയിലി യൂസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എലഗൻ സാരീസാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ. എല്ലാം നമുക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. എല്ലാ സാരീസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. clouddesigns.com ആണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. എല്ലാ ദിവസവും രാവിലെ 10:30 ആണ് നമ്മുടെ യൂഷ്വൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈം. യൂട്യൂബിൽ സെയിം ടൈം തന്നെ ആയിരിക്കും നമ്മൾ വെബ്സൈറ്റിലും സാരീസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ കാണാം. ഇന്നത്തെ പ്യുവർ കോട്ടൺ കളക്ഷൻസ്, നമ്മളൊരു ഖാദി കോട്ടൺ കൈത്തറി എന്നൊക്കെ പറയത്തില്ല, ആ ഒരു ഫാബ്രിക്കാണ് വരുന്നത്. വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. കളർ വരുന്നത് പൗഡർ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. ബോഡി പ്ലെയിൻ ആയിരിക്കും കേട്ടോ. സാരി കാണുമ്പോൾ അറിയാമല്ലോ, പ്ലെയിൻ ബോഡി വന്നിട്ട് പല്ലു വരുമ്പോൾ ഒരു വൈറ്റ് റെഡ് ത്രെഡ് വീവിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. കൂടാതെ തിന്നൊരു ബോർഡറും വരുന്നുണ്ട്, ഒരു ബീഡിങ് ആണ് വരുന്നത് സാരിക്ക് വരുന്നത്. ഫുൾ ബോഡി വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും കേട്ടോ. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു ലുക്കായിരിക്കും സാരിക്ക് വരുന്നത്. പ്ലീറ്റ്സ് എല്ലാം നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. ഞാനിപ്പോൾ ഒരു പ്രിൻറ്റഡ് ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ ഡ്രേപ്പ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഈ ടൈപ്പ് സാരീസ് വരുമ്പോൾ. നമുക്ക് ഇതിനൊരു കോൺട്രാസ്റ്റ് ആയിട്ട് നേവി ബ്ലൂ, ഇക്കത്ത് പ്രിൻറ്റിൻ്റെ ബ്ലൗസ്, പിന്നെ വൈറ്റ്, ഏത് ബ്ലൗസ് നമുക്ക് ഇതിനൂടെ പെയർ ചെയ്യാൻ പറ്റും. പല്ലു വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ത്രെഡ് വീവ് പാറ്റേൺ ആണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിൽ ത്രെഡ് വീവിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. ഒരു ജൂട്ട് വീവിൻ്റെ പാറ്റേണിലാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും വർക്കിൻ്റെ ക്ലോസർ വ്യൂ. ഇങ്ങനെ വരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീവ് ഡിസൈൻസ് വരുന്നുണ്ട്. എൻഡിൽ വരുന്നത് ടാസിൽസ് അറ്റാച്ച്ഡ് ആയിരിക്കും. പല്ലു വരുന്നത് ഇതായിരിക്കും. സിമ്പിളാണ്, സിമ്പിൾ ബട്ട് വെരി എലഗൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് വെയർ ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസാണ്. ഇത് നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം. മെഷീൻ വാഷ് അല്ല, ഹാൻഡ് വാഷ് ചെയ്യാവുന്ന സാരീസാണ്. സ്റ്റാർച്ച് ഇഷ്ടമുള്ളവർക്ക് ഓപ്ഷണലാണ്. സ്റ്റാർച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം നമുക്ക് വിത്തൗട്ട് സ്റ്റാർച്ച് നമുക്കിത് ഡ്രേപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത കളർ വരുന്നത് പേസ്റ്റൽ പിങ്ക്, ബേബി പിങ്ക് ആണ് കേട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി, ബോർഡർ ഉണ്ട് കേട്ടോ സാരിക്ക്. ഒരു 1.5 ഇഞ്ച് ബോർഡർ, 1.5 ഇഞ്ചിലുള്ള ബോർഡർ, ഒരു ടിഷ്യൂ വീവിലുള്ള ബോർഡറാണ് വരുന്നത്. പൗഡർ ബ്ലൂലായതുകൊണ്ട് എനിക്ക് അത്ര വിസിബിൾ ആയിരുന്നില്ല. ഈ ഒരു ടൈപ്പിലാണ് ബോർഡർ വരുന്നത് സാരിക്ക്. ഒരു ടിഷ്യൂ വീവിൽ, ബേബി പിങ്കിൽ ആ ഒരു സെയിം ടോണിൽ തന്നെയാണ് ടിഷ്യൂ വീവിലുള്ള ബോർഡേഴ്സ് വരുന്നത് സാരിക്ക്. മുന്താണി വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്, ത്രെഡ് വീവിലായിരിക്കും സാരിക്ക് പല്ലു വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലുണ്ടോ, ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ജൂട്ട് വീവ് പാറ്റേൺ പോലെയുള്ള ഒരു വീവ് ഡിസൈനാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഇതിനെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് വൈറ്റ് എല്ലാം പെയർ ചെയ്യാൻ കേട്ടോ. നല്ല ബ്ലൗസാണ്, ഓപ്ഷൻസ് ആണ്. ബ്ലൗസ് ഇതിന് അവൈലബിൾ ആണ്. സെയിം ടോണിൽ തന്നെ റണ്ണിങ് ബ്ലൗസാണ് എല്ലാ സാരീസിനും വരുന്നത്. പിങ്കിൽ ബോർഡർ വരുന്നുണ്ട് ബ്ലൗസിൽ. അടുത്ത കളർ വരുന്നത് നല്ലൊരു ക്രീമിഷ് ഐവറിയാണ് സാരിയുടെ ഷെയ്ഡ്. പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ഒരു മാറ്റ് സിൽവറിലാണ് ഈ സാരിക്ക് ബോർഡർ വരുന്നത് കേട്ടോ. മുന്താണി വരുന്നത് സിൽവർ ആൻഡ് ബ്ലാക്ക് ത്രെഡ് വീവിലാണ് സാരിയുടെ പല്ലു. ഇതായിരിക്കും പല്ലു വരുന്നത്. ഇതിന് ബ്ലാക്ക് ഇക്കത്ത് ബ്ലൗസ് എല്ലാം നല്ലതായിരിക്കും കേട്ടോ. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നതും ഈ ഒരു പാറ്റേണിൽ തന്നെയാണ്. ബ്ലാക്ക് ജൂട്ട് വീവിലാണ് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് ക്രീമാണ് ബ്ലൗസിൻ്റെ കോമ്പിനേഷൻ. നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ചാണ് കേട്ടോ. ഒരു റെഡിഷ് പീച്ച്, റെഡ് ടിൻറ്റഡ് പീച്ചാണ് സാരിയുടെ കളർ. നല്ല ഷെയ്ഡാണ്. ഇതിനും വരുന്നത് മാറ്റ് സിൽവറിൽ തന്നെയാണ് ബോർഡർ വരുന്നത് സാരിക്ക്. ബോഡി എല്ലാ സാരീസും പ്ലെയിൻ ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജൂട്ട് വീവ് പാറ്റേണിലായിരിക്കും പല്ലു വരുന്നത്. ഈ ഒരു വീവ് ഡിസൈനിലായിരിക്കും മുന്താണി വരുന്നത്. ഈ സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് പ്ലെയിൻ ആണ്. വീണ്ടും നല്ലൊരു പേസ്റ്റൽ ടോണാണ് കേട്ടോ. ഒരു പീച്ചിഷ് പിങ്ക് ആണ്, പീച്ച് ടിൻറ്റഡ് പിങ്ക് ആണ്. ഒരു സോഫ്റ്റ് കളർ കോമ്പിനേഷൻ. ബോഡി ഫുൾ വരുന്നത് പ്ലെയിൻ ആയിരിക്കും എല്ലാ സാരീസും. ഡബിൾ സൈഡ് ബോർഡർ വരുന്നത് മാറ്റ് സിൽവറിൽ തന്നെയാണ് ബോർഡർ വരുന്നത് സാരിക്ക്. മുന്താണി വരുമ്പോൾ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ജൂട്ട് വീവ് പാറ്റേൺ ആണ്. സ്ട്രൈപ്പ് ഡിസൈൻസിലുള്ള വീവ് ഡി പാറ്റേണിലായിരിക്കും സാരിക്ക് പല്ലു വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നതും ജൂട്ട് വീവിൽ തന്നെയാണ്. ബ്ലാക്ക് ജൂട്ട് വീവ് ആയിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഈ ഒരു പാറ്റേണിൽ അതിലും ഒരു സിൽവർ ലൈൻസ് ഉണ്ട്. ജൂട്ട് വീവ്, ബ്ലാക്ക് ജൂട്ട് വീവിൻ്റെ മിഡിലിൽ വരുന്നത് സിൽവർ ലൈൻസ് ആണ് ബ്ലൗസിൽ വരുന്നത്. പ്യുവർ കോട്ടൺ കളക്ഷൻസിലെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് മൗ ടോൺ ആണ്. നല്ല ഷെയ്ഡാട്ടോ. ഇതും എല്ലാം നല്ല നല്ല കോമ്പിനേഷനിലാണ് വരുന്നത് സാരീസ്. മാറ്റ് സിൽവറിൽ തന്നെ ബോർഡർ വരുന്ന സാരിക്ക്. എൻ്റയർ ബോഡി പ്ലെയിൻ ആയിട്ട് വന്നിട്ട് മുന്താണി വരുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാറ്റേണിൽ തന്നെയാണ്, ജൂട്ട് വീവിൽ തന്നെയാണ് സാരിക്ക് പല്ലു വരുന്നത്. എല്ലാ സാരീസിൻ്റെ മുന്താണി സെയിം ആണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ത്രെഡ് വ്യൂ വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആയിരിക്കും സാരിക്ക്.
പ്ലെയിൻ ബ്ലൗസ് വരുന്ന സാരി. ഇനി വരുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വരുന്നത് നമുക്ക് വർക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സാരീസാണ്. നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന സാരീസാണ് വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇങ്ങനെ വരുന്നത്. റെഡ് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ. അതായത് മസ്റ്റേർഡ് യെല്ലോ, വൈറ്റ്, റെഡ്, ഗ്രേ ആ ഒരു ടോണിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയുടെ ബോഡിയിൽ. ലൈറ്റ് വെയിറ്റ് ആയിട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. ബോർഡർ ഒരു ബീഡിംഗ് ആയിട്ടാണ് വരുന്നത്. റെഡിൽ തന്നെ ഒരു തിൻ ബീഡിംഗ് ആയിരിക്കും ബോർഡർ വരുന്നത്. ത്രൂ ഔട്ട് ദ ബോഡി സെയിം വർക്ക് തന്നെയായിരിക്കും, സെയിം പ്രിന്റ് തന്നെയായിരിക്കും. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ഇത് നമുക്ക് വിത്തൗട്ട് ബ്ലൗസ് എന്ന് പറയാം ഈ സാരി, കാരണം ഇതിൻ്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ സഫീഷ്യൻ്റ് അല്ല. 1/2 മീറ്ററാണ്. പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും ഇതിന് നല്ലത്. വൈറ്റോ റെഡോ അല്ലെങ്കിൽ ഇതിൽ കളേഴ്സ് ഉണ്ടല്ലോ, ഗ്രേ, മസ്റ്റേർഡ്, എനി കളർ നമുക്ക് ഇതിന് ബ്ലൗസായിട്ട് പെയർ ചെയ്യാം. അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് യെല്ലോ ആണ് കേട്ടോ. ഒരു മാംഗോ യെല്ലോ ആണ്. ഓൾമോസ്റ്റ് ഡിസൈൻ സെയിം തന്നെയാണ്. ഫസ്റ്റ് സാരിയുടെ തന്നെ കളർ ചേഞ്ചാണ് വരുന്നത്. വൈറ്റ് ആൻഡ് യെല്ലോ, ഗ്രീൻ ആ കോമ്പിനേഷനിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയുടെ ബോഡി. സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ, വളരെ ലൈറ്റ് വെയിറ്റ് ആൻഡ് സോഫ്റ്റ് മെറ്റീരിയലാണ്. സൂപ്പർ നെറ്റ് കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. റണ്ണിങ് മുന്താണിയാണ്. ഫുൾ ബോഡിയും വരുന്നത് സെയിം പാറ്റേൺ തന്നെയായിരിക്കും. ഇതിന് നമുക്ക് ഇതിൽ ഏത് കളറിൽ നമുക്ക് പെയർ ചെയ്യാം. വൈറ്റോ യെല്ലോ, ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷനിൽ നമുക്ക് ബ്ലൗസ് പെയർ ചെയ്യാം. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ. വൈറ്റ് യെല്ലോയിൽ തന്നെ ബ്ലൗസ് വരുന്നത്. പക്ഷേ ഒരു 1/2 മീറ്ററേ കാണുള്ളൂ ബ്ലൗസ്. അടുത്ത കോമ്പിനേഷൻ ഗ്രേ, വൈറ്റ്, മസ്റ്റേർഡ് ആണ് കേട്ടോ സാരിയുടെ കോമ്പിനേഷൻ. ഡിസൈൻ സെയിം തന്നെയാണ്. ഫ്ലോറൽ ഡിസൈൻ സെയിം തന്നെയാണ് വരുന്നത്. ഒരു പിങ്ക് വരുന്നുണ്ട്. പിങ്ക്, യെല്ലോ, ഗ്രേ, വൈറ്റ് ആണ് സാരിയിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്. തിൻ ബോർഡർ ആണ് കേട്ടോ. ഗ്രേയിൽ തിൻ ബോർഡർ വരുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സാരി സെയിം ഡിസൈൻ തന്നെയായിരിക്കും വരുന്നത്. ഇതിനും അവൈലബിൾ ആണ്. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. അടുത്ത സൂപ്പർ നെറ്റ് കോട്ട സാരി വരുന്ന ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ജോമെട്രിക്കൽ ഡിസൈനാണ് സാരിയുടെ ബോഡി വരുന്നത്. ബോർഡർ വരുമ്പോൾ ഫ്ലോറൽ ഡിസൈനാണ് വരുന്നത്. റെഡ് ആണ്, റെഡ് ആൻഡ് ഗ്രേ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ബോഡിയിൽ റെഡ് ആൻഡ് പീച്ച് ആണ് ജോമെട്രിക്കൽ പാറ്റേൺ വരുന്നത്. സ്മോൾ ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് പ്രിന്റ് വരുന്നത്. ബോർഡർ വരുമ്പോൾ ഫ്ലോറൽ ഡിസൈനാണ് ബോർഡർ ആയിട്ട് വരുന്നത് കേട്ടോ. സാരിയുടെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരിക. സെയിം ഈ ഒരു ഫ്ലോറൽ ഡിസൈനിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയും വരുന്നത്. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. പക്ഷേ വിത്തൗട്ട് ബ്ലൗസ് ആണ് സാരി കേട്ടോ. നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല, സഫീഷ്യൻ്റ് അല്ല ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും ബ്ലൗസ്. റെഡ് ആൻഡ് ഗ്രേ സാരിയുടെ തന്നെ കളർ ചേഞ്ച് ആയിട്ടോ. നെക്സ്റ്റ് സാരി സഫയർ ഗ്രീൻ ആൻഡ് ഗ്രേ ആണ് അടുത്ത കോമ്പിനേഷൻ വരുന്നത്. ബോഡി സെയിം തന്നെയാണ്. ബോർഡറും സെയിം പാറ്റേൺ തന്നെയാണ്. ജോമെട്രിക്കൽ ഡിസൈനിലാണ് പ്രിന്റഡ് ബോഡി വരുന്നത്. സഫയർ ഗ്രീനിൽ നല്ല കോമ്പിനേഷൻസ് ആട്ടോ. ബോർഡർ വരുന്നത് ഗ്രേയിലാണ്. ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും ബോർഡർ വരുന്നത്. സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അറിയാലോ, കോട്ട ഫാബ്രിക് എപ്പോഴും ട്രാൻസ്പെറൻറ്റ് ഫാബ്രിക് ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് ഈ സാരിക്കും അവൈലബിൾ ആണ്. നമുക്ക് ഗ്രേയോ ഗ്രീനോ നമുക്ക് ഇതിന് കൂടെ പെയർ ചെയ്യാം. മുന്താണി വരുന്നതും ബോർഡറിൻ്റെ അതേ പാറ്റേണിൽ തന്നെ ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ബ്ലൂ വിത്ത് ഗ്രേ ആണ് അടുത്ത കളർ കേട്ടോ. ബ്ലൂവിലും ജോമെട്രിക്കൽ ഡിസൈനിലാണ് പ്രിന്റ് വരുന്നത്. ഗ്രേയിൽ ഫ്ലോറൽ ഡിസൈൻ ആയിരിക്കും. ബോർഡറും മുന്താണിയും വരുന്നത് ആ ഒരു സ്റ്റൈലിലായിരിക്കും. ഫുൾ ബോഡി സെയിം പാറ്റേൺ തന്നെയാണ്. സൂപ്പർ നെറ്റ് കോട്ടയാണ് കേട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിനും ബ്ലൗസ് അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിക്ക് ബ്ലൗസ് വരുന്നത്. റാണി പിങ്ക് വിത്ത് ഗ്രേ ആണ് അടുത്ത സൂപ്പർ നെറ്റ് കോട്ട സാരി വരുന്നത്. ജോമെട്രിക്കൽ പ്രിന്റ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി. ഗ്രേയിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് സാരി വരുന്നത്. മുന്താണി വരുന്നതും അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഗ്രേയിൽ തന്നെ ഫ്ലോറൽ പ്രിന്റിലാണ് പല്ലു വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് സാരി കേട്ടോ. ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ്. റെഡ് ആൻഡ് വൈറ്റിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ വരുന്നത്. ഡാർക്ക് ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. നല്ലൊരു കാക്ടസ് ഗ്രീൻ ആൻഡ് വൈറ്റ് ആണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് കേട്ടോ സാരി. സൂപ്പർ നെറ്റ് കോട്ട തന്നെ. നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ഇതിലൊരു ലൈൻസ് വരുന്നുണ്ട്. ഒരു ലൈൻസ് വേർട്ടിക്കലായിട്ട് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരി. ബോർഡർ ഇല്ല കേട്ടോ. എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡറാണ്. റണ്ണിങ് മുന്താണിയാണ്. സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിക്ക് പല്ലു വരുന്നത്. ഇതിനും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ബ്ലൗസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈനിലുള്ള ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. നെറ്റ് കോട്ട കളക്ഷൻസിൽ നെക്സ്റ്റ് സാരി വരുന്നത് മോവ് ആണ്. മോവ് വിത്ത് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ കേട്ടോ. ഈ സാരിക്കും വേർട്ടിക്കലായിട്ടുള്ള സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നുണ്ട് സാരിയുടെ ബോഡിയിൽ. അതിലാണ് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത്.
നല്ലൊരു ലൈറ്റ് ടോണിലാണ് മൗ ഷെയ്ഡ് വരുന്നത്. ഇതിൻ്റെ ഒരു ഡാർക്ക് ടോൺ കേട്ടോ നെക്സ്റ്റ് സാരി വരുന്നത്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. വൈറ്റ് ആൻഡ് മൗ ടോണിലുള്ള പേസ്ലി മോട്ടീവ്സിലുള്ള ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത് സാരിക്ക്. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ബ്ലൗസ് ആയിരിക്കും കേട്ടോ എല്ലാ സാരീസിനും നല്ലത്. നെക്കോട്ടയിലെ നെക്സ്റ്റ് സാരി ഒരു ഡാർക്ക് മൗ ടോണിൽ ഒരു പേർപ്പിൾ ബ്ലെൻഡഡ് ഷെയ്ഡാട്ടോ സാരിയുടെ കളർ വരുന്നത്. ഫ്ലോറൽ ഡിസൈനാണ് സാരിയുടെ ബോഡി വരുന്നത്. ഇതിനും വെർട്ടിക്കലായിട്ട് തന്നെയുള്ള ലൈൻസ് വരുന്നുണ്ട്. സൈഡ് ഡിസൈൻസ് വന്നിട്ടാണ് ഓഫ് വൈറ്റിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് ഫുൾ സാരി വരുന്നത്. റണ്ണിങ് മുന്താണി ആയിരിക്കും. ബ്ലൗസ് മെറ്റീരിയൽ ഈ സാരിക്കും അവൈലബിൾ ആണ്. വൈറ്റ് ആൻഡ് ഫ്ലോറൽ ഡിസൈനിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്ന സാരി. ഇൻഡിഗോ ബ്ലൂ വിത്ത് വൈറ്റ് ആണ് നെക്സ്റ്റ് നെറ്റ്കോട്ട സാരി വരുന്നത് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ട് അതിലാണ് വൈറ്റിൽ ഫ്ലോറൽ ഡിസൈൻസ് വരുന്ന സാരിയുടെ ബോഡി. ഇതിന് നമുക്ക് വൈറ്റ് തന്നെ ബ്ലൗസ് പെയർ ചെയ്യാം. ഞാനിപ്പം പെയർ ചെയ്തിരിക്കുന്ന പോലെ ഒരു പ്രിൻറ്റഡ് ബ്ലൗസ് ഒക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. റണ്ണിങ് ബ്ലൗസ് ഈ സാരിക്കും അവൈലബിൾ ആയിരിക്കും. ഈ വരും സാരിയുടെ ബ്ലൗസ്. നെക്സ്റ്റ് നെറ്റ് കോട്ട സാരി വരുന്നത് ഗ്രേഷ് ബ്ലൂ ആണ്. ബ്ലൂ ആണ് സാരിയുടെ കളർ. ഒരു ഗ്രേ ടിൻറ്റഡ് ബ്ലൂ ആണ് സാരി വരുന്നത്. ഫ്ലോറൽ ഡിസൈനാണ് ത്രൂ ഔട്ട് ദ ബോഡി. വെർട്ടിക്കൽ ലൈൻസ് തന്നെ കേട്ടോ സാരിയുടെ ബോഡിയിൽ വരുന്നത്. ഇങ്ങനെ വരും സാരി. ഫുൾ സാരി സെയിം പാറ്റേൺ തന്നെയായിരിക്കും. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ ഈ സാരിക്കും അവൈലബിൾ ആണ്. ഇങ്ങനെ വരും ബ്ലൗസ്. ലാസ്റ്റ് സാരി ഇനി വരുന്നത് കേട്ടോ സഫയർ ഗ്രീൻ ആണ് സാരിയുടെ കളർ. നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. ഇതിലും പാറ്റേൺ ഡിസൈൻ എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വെർട്ടിക്കൽ ലൈൻസ് വന്നിട്ട് അതിൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ബോർഡർ ഇല്ല, എല്ലാ സാരീസും വിത്തൗട്ട് ബോർഡറാണ് വരുന്നത്. ഇതിൽ കുറച്ചും കൂടി ഒരു വിസിബിൾ ആണ് ഈ ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ് വരുന്നത് ഈ ഒരു കളറിൽ. റണ്ണിങ് മുന്താണിയാണ്. സെയിം പാറ്റേണിൽ തന്നെ എനിക്ക് മുന്താണി വരുന്നത്. ഇതിനും ബ്ലൗസ് അവൈലബിൾ ആണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ ആണ് ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്.